Good morning, all. Good morning. അവരുടെ മാറിക്കേറുന്നതിൽ ക്ഷമ ചോദിക്കുന്നു. ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈമിൽ കയറിക്കൊള്ളൂട്ടോ. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് കേട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറിംഗ് ഉണ്ടാവും. കുഴപ്പമില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്തോളൂല്ലേ? യാതൊരു റെസ്പോണ്ടും ഇല്ല. കുഴപ്പമില്ല. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം എടുത്തതിന്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം. ഓക്കെ, ഇതുവരെയാ നമ്മൾ എടുത്തു നിർത്തിയതാ? റോബോട്ട് ഫങ്ഷൻസ് നമ്മൾ ഫുൾ ആയിട്ട് കവർ ചെയ്തു. യെസ്, നമുക്ക് നെക്സ്റ്റ് ഇനി എടുക്കാനുള്ളത് ടൈപ്സ് ഓഫ് ട്രേഡിംഗ് യൂണിയൻ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ അല്ലേ? ഓക്കെ, ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഓരോ സംഘടനയ്ക്കാണെങ്കിലും അവരുടെ മെമ്പർഷിപ്പുകളിലുള്ള ആ യൂണിയനിലെ മെമ്പേഴ്സിന്റെ ആവശ്യങ്ങൾ എന്താണോ അതൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്, അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിയന്റെ പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് അവിടെ ബാർഗെയിൻ ചെയ്യാൻ, തൊഴിലുടമയോടൊക്കെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടാകുന്നത്. സോ ട്രേഡ് യൂണിയനുകൾ ഇങ്ങനെ ഓരോ കമ്പനിയിലൊക്കെ ഫോം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒക്കെ ഒരു യൂണിയനൊക്കെ ഉണ്ടാവും, ചിലർക്കൊക്കെ ഒന്നിലധികം യൂണിയനുകളൊക്കെ ഫോം ചെയ്യാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ നമ്മൾ മനസ്സിലാക്കുക, ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയനുകൾ തന്നെ പലതരത്തിലുണ്ട് എന്നുള്ളത് പ്രധാനമായിട്ട് മനസ്സിലാക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡ് യൂണിയന്റെ ക്ലാസിഫിക്കേഷൻ ഇവിടെ ഒരു ഡയഗ്രത്തിന്റെ ബേസിൽ കാണിച്ചിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്, ദെൻ ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ, അതായത് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള യൂണിയനുകളുണ്ട്. അതിൽ റിഫോമിസ്റ്റ് യൂണിയനുകളുണ്ട്, അതേമാതിരി തന്നെ റവല്യൂഷണറി യൂണിയനുകളുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ, അതായത് ഓരോ തൊഴിലിനും അല്ലെ അടിസ്ഥാനത്തിന് തൊഴിലാളികളുടെ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ഒക്കെ അല്ലെങ്കിൽ വ്യവസായത്തിന്റെ ഒക്കെ പ്രത്യേകമായിട്ടുള്ള ആ വ്യവസായത്തിന് മാത്രം ഉൾക്കൊള്ളിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിലെ മാത്രം എംപ്ലോയീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള യൂണിയനുകളുണ്ട്. അതേമാതിരി തന്നെ പരിഷ്കൃത യൂണിയനുകൾ, അതേമാതിരി തന്നെ വിപ്ലവാത്മകമായിട്ടുള്ള യൂണിയനുകളുമുണ്ട്. ഓക്കെ, വിപ്ലവാത്മകമായിട്ടുള്ള യൂണിയൻ എന്നൊക്കെ പറഞ്ഞാൽ അവരെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവകാശങ്ങളൊക്കെ പൊളിറ്റിക്കലിന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് കൃത്യമായിട്ട് തന്നെ എന്തെങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മൾ പല യൂണിയനുകളെ കുറിച്ചിട്ടും കേട്ടിട്ടുണ്ടാവും, ഉണ്ടാവില്ലേ? ടീച്ചേഴ്സ് യൂണിയൻ, ഡ്രൈവേഴ്സ് യൂണിയൻ, അല്ലെ? ഓരോ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ടുള്ളത്. അതേമാതിരി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഡസ്ട്രീസ് അല്ലെ, അവിടെ ചിലപ്പോൾ വേണമെങ്കിൽ ക്ലോത്ത്സ് മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങൾ മാത്രം, ഏതെങ്കിലും ഒരു പ്രത്യേക വ്യവസായങ്ങൾ മാത്രമാക്കിയിട്ട് അവർ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, തീർച്ചയായിട്ടും യൂണിയനുകൾ ഫോം ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, കോൺഫ്ലിക്ട്സുകൾ, ഇഷ്യൂസുകളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, വിലപേശി കാര്യങ്ങള് അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിയൻ ഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രീതിയിലുള്ള യൂണിയനുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അത് ഓരോ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രിക്കൊക്കെ ബേസ് ചെയ്തിട്ടുള്ള യൂണിയനുകളുണ്ട്. അതാണ് ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ. അതേമാതിരി തന്നെ എന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടിയിട്ടുള്ള യൂണിയനുകളുമുണ്ട്, അല്ലെ? സാധാരണ രീതിയിൽ ഉള്ള ബിസിനസ് യൂണിയൻ, അപ്ലിഫ്റ്റ് ഫ്രണ്ടൽ യൂണിയൻസുകളുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി വിപ്ലവാത്മകമായ രീതിയിൽ അല്ലെ അത്തരത്തിലുള്ള യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവർ കുറച്ചും കൂടി പൊളിറ്റിക്കൽ സ്വാധീന ശക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ടുള്ള ഒരു പ്രവണത പ്രകടിപ്പിക്കുന്ന യൂണിയനുകളാണ്. നമുക്ക് ഓരോന്നും താഴേക്ക് പഠിച്ചു പോകാനുണ്ട്. പക്ഷെ ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. കാരണം അത് വെച്ചുകൊണ്ട് അല്ലെ, വിച്ച് വൺ ഈസ് മെമ്പർഷിപ്പ് സ്ട്രക്ചറിന്റെ ബേസിൽ ഏതൊക്കെ യൂണിയനുകളാണ്
വിച്ച് വൺ ഇൻക്ലൂഡഡ്, വിച്ച് ഓഫ് ദം ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. On the basis of a purpose ബേസിൽ റിഫോമിസ്റ്റ് യൂണിയനുകൾ, റിഫോമിസ്റ്റ് യൂണിയനുകൾ പെടുന്നത് ഏത്? ബിസിനസ് യൂണിയനുകൾ, അപ്പറേറ്റ് യൂണിയനുകൾ, അല്ലെങ്കിൽ ഫ്രണ്ടറി യൂണിയൻ, then revolutionary യൂണിയനിൽ anarchist യൂണിയൻ, പൊളിറ്റിക്കൽ യൂണിയൻ, predatory unions and dependent unions. ഓക്കെ, താഴേക്ക് 1 by 1 ആയിട്ട് പഠിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഒന്നും കൂടി പതിഞ്ഞോളൂ. പക്ഷെ ഓർത്ത് വെച്ചേക്കുക, ഈ ഡയഗ്രാം എന്തായാലും ജസ്റ്റ് ഒന്ന് ഓർത്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടാണ് ആളുകൾ. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്, ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ആദ്യം നോക്കുന്നത്. അക്കോർഡിംഗ് ടു വേരിയസ് പർപ്പസസ് ട്രേഡ് യൂണിയൻ ക്യാൻ ബി ഓഫ് ദ ഫോളോയിങ് ടൈപ്സ്. ഏതൊക്കെ ടൈപ്പിലുള്ള കാര്യങ്ങളാണ് വരുന്നത്? ഫസ്റ്റ് ടൈപ്പ് വരുന്നത് റിഫോമിസ്റ്റ് യൂണിയൻ. ഓക്കെ, റിഫോമിസ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത് പരിഷ്കൃത യൂണിയനുകളാണ്. ഓക്കെ, അപ്പോ ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് പരിഷ്കൃതമാക്കിയിട്ടുള്ള യൂണിയനുകളാണ്. കുറച്ചും കൂടി നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടം പഴയ കാലഘട്ടത്തിനേക്കാളും കുറച്ചും കൂടി വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ഇന്റർനെറ്റിന്റെ ഒക്കെ കൂടുതൽ വിപ്ലവാത്മകമായ രീതിയിലും അതേമാതിരി തന്നെ പരിഷ്കരിച്ച രീതിയിലൊക്കെ യൂണിയൻ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിലെ റിഫോമിസ്റ്റ് യൂണിയൻസിൽ പറയുന്നത് the main aim of a reformist union is to preserve the capitalist economy and to maintain such a type of employee relations that can lead to competitive production. ഓക്കെ, നമുക്കറിയാം ഇപ്പോഴത്തെ മുതലാളിത്ത ഒരു സാമ്പത്തിക അല്ലെ മുതലാളിത്ത വ്യവസ്ഥ അനുസരിച്ചിട്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് ഈ മെയിൻ ആയിട്ട് റിഫോമിസ്റ്റ് യൂണിയനുകൾ ലക്ഷ്യമിടുന്നത്. അതിൽ മെമ്പേഴ്സിന് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ ദിസ് യൂണിയൻസ് ഓൾസോ പ്രിഫർ ടു ക്യാരി ഓൺ ദ പ്രിവാലന്റ് പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫ്രെയിംവർക്ക്. ഓക്കെ, തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്വാധീന ശക്തിയും സാമ്പത്തിക സ്വാധീന ശക്തിയും അല്ലെ സമൂഹത്തിൽ നിന്നൊക്കെയുള്ള ഒരു സ്വാധീന ശക്തി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ യൂണിയനുകളൊക്കെ ഫോം ചെയ്തിരിക്കുന്നത്. ദിസ് യൂണിയൻസ് ഹാവ് ഫർദർ ബീൻ ഡിവൈഡഡ് ഇൻടു 2 സബ് ഗ്രൂപ്പ്സ്. 2 സബ് ഗ്രൂപ്പ്സ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ബിസിനസ് യൂണിയനുകളും ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസും. ഇതാണ് ബിസിനസ് യൂണിയനിൽ പറയുന്നത്. Such unions are set up in such an atmosphere where the employee-employer relations are harmonious. ഐക്യത്തോട് കൂടിയിട്ട് അല്ലെ തൊഴിലാളികൾ എന്ന് പറയുന്നത് തൊഴിലുടമയും തൊഴിലാളികളൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയാണ് ഈ ഒരു ബിസിനസ് യൂണിയനിൽ അവലംബിക്കുന്നത്. അതായത് യൂണിയനിലെ തീർച്ചയായിട്ടും നമുക്കറിയാം മെമ്പേഴ്സ് ആയിട്ടുള്ളവര് അവിടെ തൊഴിലുടമയോട് ഒരു പ്രത്യേകമായിട്ടുള്ള നിലപാട് ഒന്നല്ല, അവർക്കും കൂടി ഇണങ്ങുന്ന രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെയാണ് മോസ്റ്റ്ലി അവർ പ്രിഫർ ചെയ്യുന്നത്. These unions include in a collective bargaining with the employers in order to safeguard the interest of the employees. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിന് സ്ക്രീനിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ കാണാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ ഒന്നുകൂടി വായിക്കണോണ്ടാവും. ക്ലിയർ അല്ലേ? ഇതുവരെയൊക്കെ അല്ലേ വോയിസും? കാരണം നമുക്ക് ഇതൊന്ന് സ്ക്രീൻ ഒന്ന് അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് പേജ് ഒന്ന് മാറിക്കേരണം. സോ ഓക്കെയാണ്. സോ ഇവിടെ പറഞ്ഞു പോകുന്നത് എന്താണ്? ബിസിനസ് യൂണിയൻ അല്ലെ. ബിസിനസ് യൂണിയൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് പേർ എംപ്ലോയീസ് എംപ്ലോയർ റിലേഷൻസ് ആണ് ഹാർമോണിയസ്. ഹാർമോണിയസ് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒന്നിച്ച് അവർക്ക് എരികൂട്ടൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. This unions includes in collective bargaining with the employers in order to safeguard the interest of employees. Okay, ഈ യൂണിയനിലെ മെമ്പർഷിപ്പ് ഉള്ള എംപ്ലോയീസിന്റെ അവരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ വിലപേശി തൊഴിലുടമയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എന്തെങ്കിലും ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ട് എംപ്ലോയീസിന് ഇന്ന വർക്കിംഗ് കണ്ടീഷൻസ് അവൈലബിൾ ആക്കണം, അവർക്ക് മതിയായ രീതിയിൽ വർക്കിംഗ് കണ്ടീഷൻ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് മതിയായ സാലറി കിട്ടുന്നില്ല. സോ അവിടെ തീർച്ചയായിട്ടും എംപ്ലോയർ ഒക്കെ വ്യക്തമായിട്ടുള്ള നിലപാടുകളാണെങ്കിൽ അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് അവർ കൃത്യമായിട്ട് തന്നെ അവിടെ അപ്ലൈ ചെയ്യും.
ഓക്കെ, അപ്പൊ എംപ്ലോയീസിന്റെ സുരക്ഷാ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എംപ്ലോയറിൽ നിന്ന് ഏത് രീതിയിലാണ് അവര് നേടിയെടുക്കുന്നത്? കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് വഴി. എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് എന്ന് പറയുന്നത്? സ്വന്തമായിട്ടുള്ള അവകാശങ്ങള് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ പഠിച്ചു പോയതാണ് ഇല്ലേ? പഠിച്ചു പോയില്ലേ? യെസ്. അപ്പൊ കളക്റ്റീവ് ബാർഗെയിൻ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടുള്ള അവകാശങ്ങളൊക്കെ വിലപേശിയിട്ടാണ് തൊഴിലുടമയിൽ നിന്ന്, അതായത് കൃത്യമായിട്ടുള്ള എവിഡൻസുകളൊക്കെ കൊടുത്തിട്ട് അല്ലെ, ഇവർ ഇത്ര ടൈമിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവരുടെ സാലറികളൊക്കെ ഇങ്ങനെയാണ്, പക്ഷെ അഡീഷണൽ ആയിട്ട് ഇത്ര ടൈം കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്തേക്കുന്ന സമയത്തിനനുസരിച്ചിട്ടുള്ള സാലറി അവർ കിട്ടിയിട്ടില്ല. യെസ്, കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസിന്റെ ബേസിലാണ് അവരുടെ അവകാശം അവർ ചോദിക്കുന്നത്. സോ അവരെ കൃത്യമായിട്ട് തന്നെ തൊഴിലുടമ അത് വിശകലനം ചെയ്തിട്ട് ഓക്കെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ അവൈലബിൾ ആക്കുന്നു. സോ അങ്ങനെ വിലപേശി മേടിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ബിസിനസ് യൂണിയനിൽ കൈകാര്യം ചെയ്തു പോകുന്നത്. ഓക്കെ, ദ എംഫസിസ് ഈസ് ലേഡ് ഓൺ ക്രാഫ്റ്റ് rather than ക്ലാസ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് അവരെങ്ങനെ ബാർഗെയിൻ ചെയ്തത്. ദീസ് യൂണിയൻസ് ഗിവ് ഗ്രേറ്റർ പ്രിഫറൻസ് to those negotiations and settlement which the voluntary instead of those which are reluctant in nature. Okay, തീർച്ചയായിട്ടും അവിടെ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവര് ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഇവിടെ തീരുമാനങ്ങളൊക്കെ അല്ലെ, ഇവിടെ അല്ലെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന്റെ ആ സ്ഥിതിവിശേഷങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ തീർച്ചയായിട്ടും അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. സോ അങ്ങനെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ല അല്ലെ, ശരിയല്ലേ? അല്ലെ, മനസ്സില്ലാ മനസ്സോടെ റിലക്റ്റന്റ്, അതർവൈസ് റിലക്റ്റന്റ് ഇൻ നേച്ചർ എന്ന് വെച്ചാൽ മനസ്സില്ലാ മനസ്സോടെയല്ല അവര് കൃത്യമായിട്ട് തൊഴിലുടമ കൊടുക്കുന്നത്. കൃത്യമായിട്ടുള്ള ന്യായീകരണത്തിന്റെ ബേസിൽ തീർച്ചയായിട്ടും അവർക്ക് സാലറിയൊക്കെ അവർക്ക് കൃത്യമായിട്ട് ഇൻക്രിമെന്റ് ഒക്കെ കൂട്ടിക്കൊടുക്കുന്നത്. കാരണം അവർ കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് സാധാരണയായിട്ട് ലീഡേഴ്സ്, യൂണിയൻ ലീഡേഴ്സുകളൊക്കെ ബാർഗെയിൻ ചെയ്യുന്നത്. സോ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചു. These unions give greater preference to those negotiations and settlements which are voluntary instead of those which are reluctant in nature. Okay, അല്ല വൈവിധ്യമാർന്ന മനസ്സോട് കൂടിയിട്ടുള്ള സ്വമേധയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ സെറ്റിൽമെന്റ് ചെയ്തു കൊടുക്കുന്നത്. സോ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് അവിടെ ബാർഗെയിനിങ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ പരിഹരിച്ചു പോകുന്നത്. അങ്ങനെയുള്ള ബിസിനസ് യൂണിയൻ കുഴപ്പമില്ലല്ലോ, അതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലെ. തീർച്ചയായിട്ടും എംപ്ലോയീസിന് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടേണ്ടതാണ് അല്ലെ. അവർക്ക് വർക്കിംഗ് കണ്ടീഷൻ വേണമെന്നോ അവരുടെ സാലറി കൂട്ടിക്കെട്ട് കൊടുക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും അവർക്ക് എവിഡൻസോട് കൂടിയിട്ട് അവിടെ ചർച്ചകളിലൊക്കെ അവതരിപ്പിക്കാൻ സാധിക്കുന്നു. തന്നെ എംപ്ലോയർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നു. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള യൂണിയനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ബിസിനസ് യൂണിയൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആരും പോവാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കേണ്ട. ആ യൂണിയൻസിന് മറ്റൊരു പേരും കൂടിയൊക്കെ പറയുന്നുണ്ട്. സച്ച് യൂണിയൻസ് ആർ സെറ്റപ്പ് അല്ലെ, അവിടെ അറ്റ്മോസ്ഫിയർ, ആ യൂണിയൻസുകള് ബിസിനസ് യൂണിയൻസുകള് അല്ലെങ്കിൽ റിഫോർമിസ്റ്റ് യൂണിയൻസിലെ ഒരു ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരു യൂണിയനുകളാണ് ബിസിനസ് യൂണിയൻ എന്ന് പറയുന്നത് അല്ലെ. അണ്ടർ ക്ലാസിഫിക്കേഷൻ ഓഫ് റിഫോർമിസ്റ്റ് യൂണിയൻ, ബിസിനസ് യൂണിയൻ. ഓർമ്മയിലേക്ക് മാറിപ്പോവാതിരിക്കാനാണ് ഞാൻ ജസ്റ്റ് വീണ്ടും പറയുന്നത്. ഇനി ഫ്രണ്ട്ലി ഒരു അപ്ലിഫ്റ്റ് യൂണിയൻ, ഇവിടെ രണ്ട് പേരിലാണ് അത് യൂണിയന്റെ പേര് നാമകരണം ചെയ്തിരിക്കുന്നത്, ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻ. These unions work with the intent to uplift the employees morally, socially and intellectually. ഓക്കെ, തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെ ഒരു സമൂഹത്തിലും എവിടെയും നല്ലൊരു സ്ഥാനം കൂട്ടിക്കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ യൂണിയനെ ഫോം ചെയ്യുന്നത്. Such unions focus on welfare concerns of employees like health insurance, education and other benefits. Okay, തീർച്ചയായിട്ടും അവിടെ പറയാണ് ഈ യൂണിയനുകൾ അല്ലെ, അപ്ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം, ഒന്നുകൂടി മെച്ചപ്പെടുത്തി കൊണ്ടുവരാം. ഓക്കെ, ഒന്നുകൂടി മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നു. അപ്ലിഫ്റ്റ് യൂണിയൻ ഒന്നുകൂടി മെച്ചപ്പെടുത്തി എങ്ങനെ കൊണ്ടുവരുന്നത്? അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസും എഡ്യൂക്കേഷൻ ഒക്കെ അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഇൻഷുറൻസ് പാക്കേജുകൾ അവൈലബിൾ ആക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നു. അല്ലെങ്കിൽ അവർക്ക് ഇൻ കേസ് അവരുടെ ആശ്രിതർക്കൊക്കെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ലോണോ അല്ലെങ്കിൽ അവർക്ക് തന്നെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് ടെസ്റ്റുകളൊക്കെ എഴുതാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവിടെ യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ
അവിടെ തൊഴിലുടമയോട് ബാർഗെയിൻ ചെയ്തിട്ട് അവൈലബിൾ ആക്കി കൊടുക്കും. These unions are much more concerned about the interest of employees instead of being a craft consciousness. അതായത് അവരുടെ ഈ താല്പര്യങ്ങൾ കൂടി ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് അല്ലെ. ജസ്റ്റ് എംപ്ലോയിയുടെ അവകാശങ്ങൾ മാത്രമല്ല, പണിയെടുത്ത വേതനം കിട്ടണം, വർക്കിംഗ് കണ്ടീഷൻസ് വേണം, അതിനെ മാത്രമല്ല കൺസിഡർ ചെയ്ത്. ബിസിനസ് യൂണിയനിൽ നമുക്കറിയാം അവർ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള കൂലി കിട്ടണം, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറം എംപ്ലോയീസിന് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ അവൈലബിൾ ആക്കുന്നത് എങ്ങനെ? തീർച്ചയായിട്ടും നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്, അവർക്ക് ഇൻഷുറൻസ് പാക്കേജുകൾ കൊടുക്കണം അല്ലെ. അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ നമുക്കറിയാം ലോണുകൾ എന്തെങ്കിലുമൊക്കെ അനുവദിച്ച് കിട്ടുമെങ്കിലൊക്കെ അതൊക്കെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് തൊഴിലുടമയിൽ നിന്ന് ബാർഗെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദിസ് യൂണിയൻ ഇൻസ്പയർ ദ വർക്കേഴ്സ് ഫോർ കോപ്പറേറ്റീവ് എന്റർപ്രൈസസ് ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ് along with the collective bargaining and mutual insurance. ഓക്കെ, തീർച്ചയായിട്ടും സഹകരണത്തോട് കൂടിയിട്ട് അല്ലെ. തൊഴിലുടമയുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെയൊക്കെ അല്ലെ ഇതിനൊക്കെ അവർക്ക് ഓഫറുകൾ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അതൊക്കെ അവരെ വിമർശിക്കും. പക്ഷെ അവർ കുറച്ചും കൂടി നന്നായിട്ട് അല്ലെ താല്പര്യത്തോടുകൂടി വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇത്രയും നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും റിസൾട്ട് ഒക്കെ ഇവരിൽ നിന്ന് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴെന്താണ് തൊഴിലുടമയുടെ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു അയവൊക്കെ വരും അല്ലെ. അങ്ങനെ അവർക്ക് ഒരു ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള സഹകരണത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് തൊഴിലുടമ പല ഓഫറുകളൊക്കെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നു. എന്തുകൊണ്ടാണത്? യൂണിയന്റെ ഇടപെടൽ കൊണ്ടാണ് അവർക്ക് അതൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പ്രോഫിറ്റ് ഷെയറിംഗ് ഒക്കെ അല്ലെ, ചെറിയ രീതിയിലൊക്കെ ഒരു ബോണസോ എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെ എന്തെങ്കിലും ഷെയറിംഗ് ഒക്കെ എംപ്ലോയീസിന് ലഭ്യമാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിന് അപ്പം ഹാപ്പി ആയിരിക്കും അല്ലെ, ശരിയല്ലേ? അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കില്ലേ? ഓക്കെ, അപ്പൊ ഇതും തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് അവകാശപ്പെട്ടതാണ്. കാരണം എംപ്ലോയീസിന്റെ ഫോട്ടോ കൊണ്ട് മാത്രമാണ് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ റിസൾട്ട് നേടിയെടുക്കാൻ പറ്റുന്നത്. സോ അവരെ ജസ്റ്റ് ബേസിക് സാലറിയും അതേമാതിരി വർക്കിംഗ് കണ്ടീഷൻസ് മാത്രം സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെ, അവിടെ എംപ്ലോയീസിന് കുറച്ചും കൂടി മോട്ടിവേഷൻ കിട്ടില്ല. അപ്പൊ കുറച്ചും കൂടി നല്ല മോട്ടിവേഷൻ കിട്ടി വർക്ക് ചെയ്യണമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെ, അവർക്ക് ഇത്തരത്തിലുള്ള പാക്കേജുകളൊക്കെ കൊടുക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്ത് നടപ്പാക്കി കൊണ്ടുവരുന്നതൊക്കെ ആരാണ്? നമ്മുടെ യൂണിയൻ നേതാക്കളൊക്കെയാണ്. സോ അത്തരത്തിലുള്ള യൂണിയനുകളെയാണ് ഫ്രണ്ടിന്റെ ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, രണ്ട് യൂണിയനുകളെ കുറിച്ചിട്ട് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. മാറിപ്പോ വരുന്നത് കാരണം എല്ലാ യൂണിയനുകളെയും ഒന്നിച്ച് വരുമ്പോ ചോദ്യം വരുമ്പോ അയ്യോ അതേത് യൂണിയനാ ഇതേത് യൂണിയനാണോ അതേ ഇത്. ഓക്കെ, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോവാ. എംപ്ലോയീസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ കൃത്യമായിട്ട് അല്ലെ അവിടെ കോപ്പറേറ്റീവ് മനസ്സോട് കൂടിയിട്ട് കൈകാര്യം ചെയ്ത് അവരെ ഇൻസ്പയർ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനൊക്കെ ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്കേജുകളൊക്കെ യൂണിയന്റെ നേതൃത്വത്തിൽ നിന്ന് നേടിയെടുക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റിവല്യൂഷണറി യൂണിയനാണ്. വിപ്ലവാത്മകമായ രീതിയിലുള്ള യൂണിയനുകൾ. ഇത് പരിഷ്കൃത യൂണിയൻ സാധാരണ രീതിയിൽ ബിസിനസിന്റെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്ന ബിസിനസ് യൂണിയൻ, അതേമാതിരി തന്നെ ബിസിനസിന്റെ അവകാശങ്ങളൊക്കെ തൊഴിലാളികളുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനോടൊപ്പം അഡീഷണൽ ആയിട്ടുള്ള പാക്കേജസുകളൊക്കെ നേടിയെടുക്കാൻ ഫ്രണ്ട്ലി ആയിട്ട് നിന്നുകൊണ്ട് അവിടെ അവൈലബിൾ ആക്കുന്ന ഒരു യൂണിയനുകളാണ് ഫ്രണ്ട്ലി അപ്ലിഫ്റ്റ് യൂണിയൻസ് എന്ന് പറയുന്നത്. റെവല്യൂഷണറി യൂണിയൻ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ചെറിയ വിപ്ലവാത്മകമായിട്ടുള്ള സമീപനങ്ങളൊക്കെയാണ് അവിടെ ലക്ഷ്യമിടുന്നത്. Revolutionary unions are based on the widely preferred principles of the people. ജനങ്ങളുടെ തത്വാധിഷ്ഠിതമായിട്ടുള്ള കുറെ തത്വങ്ങളൊക്കെ കൊണ്ടുവന്ന് അല്ലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ മുൻകൈ എടുത്ത് ചെയ്യുന്നത്. Based on these, their prime motive is to replace the prevalent system with the new and entirely different institutions. അവിടെ കുറെ പ്രിൻസിപ്പിൾസ് അല്ലെ, ഒരു സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള കുറെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, തത്വങ്ങളും രീതികളൊക്കെ ഉണ്ട്. പക്ഷെ ഇതില് റെവല്യൂഷണറി യൂണിയനൊക്കെ അവിടെ ഇൻചാർജ് എടുത്ത് കയറുമ്പോൾ എന്താ സംഭവിക്കുക? റീപ്ലേസ് ദ പ്രിവാലന്റ് സിസ്റ്റം വിത്ത് ന്യൂ ആൻഡ് എൻറ്റയർലി ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടെ രീതിയൊക്കെ അവിടെ പാടെ തന്നെ മാറ്റിമറിക്കും. അതായത് അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം
യൂണിയനുകളൊക്കെ സാധാരണ രീതിയിൽ ഓർഗനൈസേഷൻ ഒക്കെ മൂവ് ചെയ്യുന്നത് ആ രീതിയിലൊക്കെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള കൃത്യതയോട് കൂടിയിട്ടൊന്നും ആയിരിക്കില്ല. ചിലപ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ വർക്കേഴ്സിനോടൊക്കെ ചില ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ടാവും. റിലേറ്റീവ്സിനൊക്കെ ആയിരിക്കും അവർ കൃത്യമായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ടാവും. പക്ഷെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ അവരെ റിലേറ്റീവ്സിനൊക്കെ കൊണ്ടുവന്നതിനെ ആയിരിക്കും കയറ്റുന്നതൊക്കെ. സോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? പ്രോപ്പറായിട്ടൊക്കെ പോകണമെന്നൊക്കെ പറയും. പക്ഷെ ചെറിയ രീതിയിൽ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചും പോകുന്നുണ്ടാവും അല്ലെ? അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള യൂണിയനുകളൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യും? അവിടെയുള്ള സിസ്റ്റത്തിനെയൊക്കെ മൊത്തത്തിൽ മാറ്റി അവിടെയുള്ള രീതികളൊക്കെ ഡിഫറെന്റ് ആക്കി എടുക്കുക. കാരണം ചിലപ്പോൾ വേണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള രീതികളിലായിരിക്കും അവർ ഫോളോ ചെയ്ത് പോകുന്നത്. സോ ഇവിടെ യൂണിയനുകൾ ഇൻചാർജ് എടുത്ത് അവിടെ കുറെ സ്ട്രൈക്കിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് മതിയായ രീതിയിൽ എംപ്ലോയീസിന്റെ കാര്യങ്ങൾ മിക്കവാറും യൂണിയനുകൾ അവരുടേതായിട്ടുള്ള അവരുടെ കീഴിലുള്ള അവരുടെ അംഗങ്ങളുടെ മെമ്പർഷിപ്പ് ഉള്ള എംപ്ലോയീസിന്റെ കാര്യങ്ങളിൽ ആയിരിക്കും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിലകൊള്ളുന്നത്. The purpose of such a union is to establish socialistic and communistic systems by abolishing private property and the system of capitalism. അതായത് മുതലാളിത്ത സമ്പ്രദായം ഒരാളുടെ കയ്യിലൊക്കെ പ്രോപ്പർട്ടി ഇരിക്കുന്ന ഒരു രീതി, അവരുടെ ഒരു എന്താണ് പറയാ അല്ലെ ഹീറോയിസം കാണിക്കുന്ന ഒരു രീതിയിലൊക്കെ പാടെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് റെവല്യൂഷണറി യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു കമ്പനികളിലൊക്കെ അങ്ങനെ ഒരു ആധിപത്യം പുലർത്തിക്കൊണ്ട് പോകാനായിട്ട് എംപ്ലോയീസിന് താല്പര്യമൊന്നും ഉണ്ടാവില്ല അല്ലെ? അപ്പൊ ആ ഒരു രീതി പ്രൈവറ്റ് പ്രോപ്പർട്ടിനെയൊക്കെ അബോളിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റലിസ്റ്റ് എന്നുള്ള ആ ഒരു മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് പോകുന്നതിനെയൊക്കെ അബോളിഷ് ചെയ്യാൻ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറഞ്ഞ അല്ലെ അവിടെ റെവല്യൂഷണറി യൂണിയനുകൾ പ്രവർത്തിക്കുന്നതും വിപ്ലവാത്മകമായിട്ടുള്ള യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. Then അവിടെ 4 ഗ്രൂപ്പായിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Such unions are divided into the following 4 groups. Okay. First one is political unions, then anarchist unions, then predatory unions, and hold-up unions. Okay, political unions, anarchist unions, predatory unions, and hold-up unions. So first one is political unions. അതിന് 4 ഗ്രൂപ്പിലെ ഫസ്റ്റ് പൊളിറ്റിക്കൽ യൂണിയൻസിനെ കുറിച്ചിട്ട് എന്താണെന്ന് നോക്കാം. Such unions derive their strength from political actions for protecting the interest of workers. തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ യൂണിയനിലുള്ള വർക്കേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളത്, അവരുടെ താല്പര്യങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക അല്ലെ, അവരുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ യൂണിയൻസ് ചെയ്യുന്നത്. These unions work in order to reduce the difference between the wages of different workers. ഓക്കെ, നമുക്കറിയാം ഒരുപോലെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഒക്കെ ഇടയിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഡിസ്ക്രിമിനേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെ, എല്ലാവർക്കും ഒരേപോലെയുള്ള സാലറി ഒന്നല്ല, അവർക്ക് തോന്നുന്ന മുതലാളികൾക്ക് തോന്നുന്ന രീതിയിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സാലറി പാക്കേജുകളൊക്കെ എംപ്ലോയീസിനൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ റെഫ്യൂസ് ചെയ്യും അല്ലെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടപെടും. തീർച്ചയായിട്ടും എല്ലാ എംപ്ലോയീസിനും ഒരുപോലെയുള്ള വേജസ് ഒക്കെ കിട്ടണമെന്നുള്ള വാശി പിടിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. സോ പൊളിറ്റിക്കൽ യൂണിയൻ പൊളിറ്റിക്കലിന്റെ സപ്പോർട്ടോട് കൂടി, രാഷ്ട്രീയ ഇടപെടലോട് കൂടിയിട്ട് വർക്കേഴ്സിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിയനുകൾ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. In order to reduce the difference between the wage of different workers. വ്യത്യസ്ത വർക്കേഴ്സിന് വ്യത്യസ്ത രീതിയിലുള്ള വേജസ് ഒക്കെ കൂലികളൊക്കെ കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധി വരെ കുറച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ്. ഓക്കെ, റെവല്യൂഷണറി യൂണിയൻസ് ഓർമ്മയിൽ വരുന്നുണ്ടല്ലോ. വിപ്ലവാത്മകമായിട്ടുള്ള ഒരു സമീപനങ്ങളാണ് അവരെടുക്കുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടി, ക്യാപിറ്റലിസ്റ്റ് അല്ലെ മുതലാളിത്ത സമ്പ്രദായം, ഇതൊക്കെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അവർ പ്രവർത്തിക്കുന്നത്. മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടല്ലോ. റെവല്യൂഷണറി യൂണിയൻ മാർക്ക് ചെയ്ത് പോവാട്ടോ. റീപ്ലേസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെ, അവിടെ പറയുന്നുണ്ട് അബോളിഷ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് സിസ്റ്റം ഓഫ് ക്യാപിറ്റലിസ്റ്റ്. അതിലെ 4 യൂണിയൻസുകളാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ യൂണിയൻ. പൊളിറ്റിക്കൽ യൂണിയൻ എന്ന് പറയുമ്പോൾ അവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെ ടു റിഡ്യൂസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേജസ് ഓഫ് ഡിഫറെന്റ് വർക്കേഴ്സ്. അതിലേക്ക് അവര് പരമാവധി റെഡ്യൂസ് കുറച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു.
വീണ്ടും അനാർക്കിസ്റ്റ് യൂണിയൻ. ഇതാണ് അനാർക്കിസ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത്, അരാജകത്വ യൂണിയൻ അല്ലെ. Okay, anarchist unions are those unions which attempts to demolish the prevalent economic system through revolutionary measures. അവിടുത്തെ എക്കണോമിക് സമ്പ്രദായത്തെ തന്നെ, സാമ്പത്തിക സമ്പ്രദായത്തിനെ തന്നെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യുന്ന ഒരു രീതിയൊക്കെയാണ് അല്ലെ ഈ യൂണിയനുകളുടെ ഇടപെടൽ കൊണ്ട് സംഭവിക്കുന്നത്. അതായത് ചിലപ്പോ വേണമെങ്കിൽ അവിടെ മൊത്തത്തിൽ ഈ ഡിസോർഡർ ഒക്കെ ആയിട്ടായിരിക്കും സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. നമുക്കറിയാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു രീതിയിൽ അവര് അവിടുത്തെ സിസ്റ്റം അല്ലെ അവിടുത്തെ എക്കണോമിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നവരായിരിക്കാം. സോ അവിടെയുള്ള എംപ്ലോയീസിനെയും അല്ലെ എല്ലാവർക്കൊക്കെ തുല്യ നീതി ഉറപ്പാക്കാനൊക്കെ ആയിട്ട് അവിടെ മെയിൻ ആയിട്ട് അവരെ പ്രവർത്തിക്കുന്നു. സോ അനാർക്കിസ്റ്റ് യൂണിയൻസ് ദോസ് യൂണിയൻ വിച്ച് അറ്റംപ്റ്റ് ടു ഡിമോളിഷ് ദ പ്രിവാലന്റ് ഇക്കണോമിക്സ്, നേരത്തെയുള്ള ആ ഒരു എക്കണോമിക്സ് സിസ്റ്റത്തിനെ പാടെയാണ് അവരെ ഡിമോളിഷ് ചെയ്യുന്നത്, അതായത് ഒഴിവാക്കി കളയുന്നത്. ഓക്കെ, അനാർക്കിസ്റ്റ് യൂണിയനെ നമ്മൾ ഓർത്ത് വയ്ക്കുക, കാരണം അവരത്രയും പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. നമുക്കറിയാം ഒരു എംപ്ലോയിക്ക് അങ്ങനെ മാറ്റി മറിക്കാൻ പറ്റുമോ? 2-3 കുറച്ച് എംപ്ലോയീസ് അങ്ങോട്ട് കയറി ചെന്നിട്ട് ഈ ഒരു രീതിയൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങോട്ട് ഡിസ്മിസ് ചെയ്യും അല്ലെ, അവിടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കും. ശരിയല്ലേ? ഈ രീതിയൊന്നും പറ്റില്ല നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന തൊഴിലുടമയ്ക്ക് തീർച്ചയായിട്ടും അവരെയൊക്കെ ഡിസ്മിസ് ചെയ്ത് കളയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ, ശരിയല്ലേ? യെസ്. അതേസമയം യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെയാണ് ബാർഗെയിൻ ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അവർക്ക് ഒന്നും ചെയ്യാനൊന്നും സാധിക്കില്ല. യെസ്, അവിടെ എന്ത് ചെയ്യും, അവരെ കോടതിയിലെ അല്ലെ നിയമ പരിരക്ഷയ്ക്ക് അവർ ഉറപ്പാക്കും, ഗവൺമെന്റിന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ ഈ രീതിയൊന്നും ഇവിടെ അവലംബിക്കാനൊന്നും പറ്റില്ല എന്ന് തന്നെ അവര് ബാർഗെയിൻ ചെയ്യും. സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. സോ അവിടെ തീർച്ചയായിട്ടും വിപ്ലവാത്മകമായിട്ടുള്ള രീതിയിൽ സമീപനത്തിൽ തന്നെ അവിടെ സ്ട്രക്ചറൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്താനൊക്കെ സാധിക്കും. ചില നമുക്കറിയാം ഈ കാലഘട്ടത്തിലൊന്നും അത് അല്ല അല്ലെ, പഴയ കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള വിവേചനാത്മകമായ രീതിയിലൊക്കെ ഉള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ കാലഘട്ടത്തിലൊക്കെ നടക്കുമോ? ഉണ്ടാവോ? ഈ കാലഘട്ടത്തിലൊക്കെ വളരെ റയർ ആയിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയനുകൾ അതൊന്നും അതിനുള്ള അവസരങ്ങളൊന്നും സൃഷ്ടിക്കില്ല അല്ലെ. എല്ലാ എംപ്ലോയീസിനോടൊക്കെ തുല്യ നീതി തന്നെ വെച്ച് പുലർത്തി പോകണം. അവിടുത്തെ സമ്പ്രദായം എക്കണോമിക് സിസ്റ്റം തന്നെ എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള സിസ്റ്റം തന്നെ ഫോളോ ചെയ്യണം അല്ലെ. ഒരു കൂട്ടരോട് ഒരു വേർതിരിവൊന്നും കാണിച്ചു മുന്നോട്ട് പോകാനായിട്ടൊന്നും പാടില്ല. സോ അനാർക്കിസ്റ്റ് യൂണിയൻ, പ്രീഡേറ്ററി യൂണിയൻസ്. ഓക്കെ, അങ്ങനെയുള്ള യൂണിയൻസും ഉണ്ടോന്നാണ് നിങ്ങളുടെ സംശയം അല്ലെ? ആണോ? ഓക്കെ, പ്രീഡേറ്ററി യൂണിയൻസ് പൊളിറ്റിക്കൽ സ്വാധീന ശക്തിയിൽ പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കറിയാം അവരുടെ ആ ഒരു അല്ലെ അവരുടെ ഒരു ലീഡർഷിപ്പ്, ആ പവർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക. ചിലപ്പോഴൊക്കെ ചില സ്ഥാപനങ്ങളിലൊക്കെ നമുക്കറിയാം അവിടെ പ്രൊമോഷൻ ലിസ്റ്റിലൊന്നും എല്ലാ എംപ്ലോയീസിനൊന്നും ഉൾപ്പെടുത്തില്ല. സെയിം എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും, പക്ഷെ സെയിം പെർഫോമൻസ് ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ അവർക്ക് താല്പര്യമുള്ള എംപ്ലോയീസിനൊക്കെ പ്രൊമോഷൻ കാറ്റഗറിയിലൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം പൊളിറ്റിക്കലിന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും അവർ ബാർഗെയിൻ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചാൻസ് ഇല്ലേ? അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ? ഗവൺമെന്റ് ജീവനക്കാരുടെ കാര്യമല്ല കേട്ടോ, പ്രൈവറ്റ് ആയിട്ടുള്ള ഇതിലൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുക. ഗവൺമെന്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം ആക്ടിന്റെ കീഴില് നിയമത്തിന്റെ കീഴിലൊക്കെ കൃത്യമായിട്ട് തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തൊക്കെ പോകേണ്ടി വരും. പക്ഷെ ഇങ്ങനെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്രൈവറ്റ് കമ്പനികളുടെ ഒക്കെ കീഴിൽ വരുമ്പോൾ ചിലർക്കൊക്കെ പ്രൊമോഷൻ സാധ്യതകളൊക്കെ കൊടുക്കുന്നു, ചിലർക്കൊക്കെ സാലറിയിൽ വേരിയേഷൻസ് കൊടുക്കുന്നു, അവിടുത്തെ സാമ്പത്തിക സംഭവങ്ങളൊക്കെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുന്നു. സോ അവിടെ ഇന്ന യൂണിയനുകളൊക്കെ ഇൻചാർജ് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ കുറെ കാര്യങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. Okay, predatory unions, such unions do not follow any fixed methodology to work upon. They do not remain confined to just one method and keep on fighting the new means. They can implement any technique which they feel can result in employee welfare,
വേരിയസ് ടൈപ്സ് ഓഫ് പ്രിഡേറ്ററി യൂണിയൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുകയാണ് പ്രിഡേറ്ററി യൂണിയൻസ് എന്ന് പറയുമ്പോൾ ഒരു മെത്തേഡ് ഒന്നുമില്ല. സാമ്പത്തിക അവസ്ഥകൾക്ക് വേരിയേഷൻസ് വരുത്തുകയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനത്തിൽ കുറെ വേജസും കാര്യങ്ങളിലൊക്കെ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ല അവിടെ ചെയ്യുന്നത്. ഒരു ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് അവര് യൂണിയന്റെ പിൻബലത്തിൽ തന്നെ എന്താണ് ഓരോരോ കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് തന്നെ എംപ്ലോയീസിന് അവരുടെ മെമ്പർഷിപ്പ് ഉള്ള എംപ്ലോയീസിന്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഏത് മെത്തേഡ്, വൺ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. വ്യത്യസ്ത മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് അവരുടെ മെമ്പർഷിപ്പിന്റെ മെമ്പേഴ്സിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് ഇതായിട്ട് വീണ്ടും അവിടെ തിരിക്കുന്ന വേരിയസ് ടൈപ്സിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഹോൾഡ് അപ്പ് യൂണിയൻ. Hold up unions. Such unions work on the concept of a non-corporation with the management of the company. ഒരു കോർപ്പറേഷനും ഇല്ലാതെ കമ്പനിയുമായിട്ട് മാനേജ്മെന്റ് ആയിട്ട് യാതൊരു സഹകരണം ഇല്ലാതെയാണ് hold up unions in large industries and which also work with unions, such as such a union is to be found. These unions look like conventional unions and they pay attention to establish concurrence between workers and the management. അതായത് വർക്കേഴ്സും മാനേജ്മെന്റും കൂടി വലിയ കുഴപ്പമില്ലാതെ അല്ലെ നമ്മൾ ഈ നെഗോഷിയേഷൻ ഒക്കെ നടത്തിയിട്ട് വർക്കേഴ്സിന്റെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് ഹോൾഡ് അപ്പ് യൂണിയനിലെ പലതും. നമ്മൾ ജസ്റ്റ് ഇതിന് മുമ്പ് പറഞ്ഞു പോയ ഒരു യൂണിയന്റെ ഒരു സ്ഥിതിയെ വിശേഷമാണ് അല്ലെ, ഫ്രണ്ട്ലി അപ്ലിഫ്റ്റ് യൂണിയന്റെ ഒക്കെ പോലെയുള്ള രീതിയാണ് ഹോൾഡ് അപ്പ് യൂണിയൻ. അതായത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്വാധീന ശക്തിയല്ല വിപ്ലവാത്മകമായിട്ടുള്ള രീതിയൊക്കെ ആണെങ്കിലും അവർക്ക് ഈ വർക്കേഴ്സിനെ മാനേജ്മെന്റിനെയും ഒന്നിച്ച് അവരുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിച്ചു പോകാനൊക്കെ ഉള്ള രീതിയാണ് അവലംബിക്കുന്നത്. These trade unions operate to collective bargaining and claims it respect law അല്ലെ, അവിടെ തീർച്ചയായിട്ടും അവര് ലോയെയും അല്ലെ നിയമത്തിനെയൊക്കെ റെസ്പെക്ട് അവരുടെ മതിയായ രീതിയിലുള്ള ബഹുമാനത്തോടു കൂടിയിട്ട് ഒക്കെയാണ് എഗ്രിമെന്റുകളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. Then, however, in a practical terms, they do not follow up any standard principles, and there is no genuine concern for the right and the welfare of non-members of it. Okay, അവിടെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ മെമ്പേഴ്സ് അല്ലെങ്കിൽ അവർക്ക് വലിയ ജെന്യുവൻ ആയിട്ടുള്ള താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരുടെ മെമ്പേഴ്സിന് ഈ പറഞ്ഞ ലോക്കൊക്കെ റെസ്പെക്ട് ഒക്കെ കൊടുത്ത് അല്ലെ അവരെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് കാര്യങ്ങൾ സ്വാധീനിച്ചിരിക്കുക അല്ലെ എന്നുള്ളൊരു രീതി തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. ഒരു യൂണിയനിലെ മെമ്പേഴ്സിനൊക്കെ അവര് നല്ല രീതിയിലൊക്കെ അല്ലെ നല്ല രീതിയിൽ ഡീൽ ചെയ്ത് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിച്ചു കൊടുക്കും. ലോ മാനേജ്മെന്റിനോടൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ ലോകൾ കാര്യങ്ങളൊക്കെ അല്ലെ കൃത്യമായിട്ട് ചിലപ്പോൾ ഇതേ കാറ്റഗറിയിലുള്ള വേറെ യൂണിയന്റെ മെമ്പേഴ്സും ഉണ്ടാവും. പക്ഷെ അവർക്ക് ഇതൊന്നും അലവറിലാക്കി കൊടുക്കാനൊന്നും ശ്രമിക്കില്ല. തന്റെ യൂണിയനിലുള്ള മെമ്പേഴ്സിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ മാനേജ്മെന്റിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് ലോയുടെ അടിസ്ഥാനത്തിൽ നിയമത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലൊക്കെ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹോൾഡ് അപ്പ് യൂണിയൻസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗറില്ല യൂണിയൻസ് വരുന്നത്. ഗറില്ല യൂണിയൻസിൽ എന്താണ് പ്രത്യേകത? കൺസെപ്റ്റ് നോൺ കോർപ്പറേഷൻ വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി അല്ലെ, യാതൊരു തരത്തിലും മാനേജ്മെന്റ് ആയിട്ട് യാതൊരു തരത്തിലുള്ള സഹകരണം അവിടെ ഉണ്ടാക്കുന്നില്ല. നോൺ കോർപ്പറേഷൻ വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. In other words, it can be said that these unions work on undisclosed and coercive method of negotiation. ഓക്കെ, അവിടെ തീർച്ചയായിട്ടും ചർച്ചകളൊക്കെ വരുമ്പോഴൊക്കെ അവിടെ എന്താണ് യാതൊരു തരത്തിലും അല്ലെ യോജിച്ച് പ്രവർത്തിക്കാനായിട്ട് യോജിച്ചൊരു തീരുമാനം എടുക്കാനായിട്ടൊന്നും ശ്രമിക്കില്ല. These unions are opposite to that ഹോൾഡ് അപ്പ് യൂണിയൻ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മാനേജ്മെന്റ് ആയിട്ട് യോജിച്ച് തീരുമാനം എടുക്കുന്നതാണ് ഹോൾഡ് അപ്പ് യൂണിയൻസിൽ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ചർച്ചയിൽ സംഘടിപ്പിച്ചിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് as they always operate against the employees. തൊഴിലുടമയോട് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ യൂണിയനിൽ പ്രവർത്തിക്കുന്നത്. These leaders of such unions are dishonest, untrustworthy, irresponsible and kind of tough in attitude. So ഇവരുടെയൊക്കെ അല്ല യൂണിയൻ ലീഡേഴ്സിന്റെയും ഒക്കെ മനോഭാവങ്ങളൊക്കെ വളരെ എന്താ പറയുക ഒരിക്കലും സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഭാവം ഒന്നും ആയിരിക്കില്ല. കാരണം യാതൊരു തരത്തിലും സഹകരിക്കാതെ ആയിരിക്കും അവിടെ അടിച്ചേൽപ്പിച്ചില്ലേ അവിടെ ഉള്ള യൂണിയൻ ലീഡേഴ്സിന്റെ സമ്മർദ്ദപ്രകാരം ചില കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കേണ്ടതായിട്ട് വരുന്നു. These unions use pressure factor and violence to get their demands fulfilled. ഓക്കെ, അവരുടെ മെമ്പേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഫുൾഫില്ല് ചെയ്യാനായിട്ട് പ്രഷർ ചെലുത്തിയിട്ടായിരിക്കും അവിടെ തീരുമാനങ്ങളൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കുന്നത്.
ഇപ്പൊ വലിയ വലിയ കമ്പനികളിൽ ഇങ്ങനെയുള്ള യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ചില യൂണിയനുകളൊക്കെ വളരെ സൗമ്യമായ രീതിയിൽ നല്ല രീതിയിലൊക്കെ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചൊക്കെ നമ്മളത് ഡിസ്കസ് ചെയ്തു. അതല്ലാതെ വിപ്ലവാത്മകമായിട്ടുള്ള രീതിയിൽ സമീപനങ്ങളൊക്കെ നടത്തുന്ന യൂണിയനുകളൊക്കെ ഉണ്ട്. സോ ഗറില്ല യൂണിയൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇത്തരത്തില് അവിടെ ഒരു റെസ്പെക്റ്റും കൊടുക്കാനായിട്ട് പറ്റാത്ത തരത്തിലുള്ള യൂണിയൻ ലീഡേഴ്സിനെയൊക്കെ അവിടെ കൃത്യമായിട്ട് അവിടെയുള്ള മേലാധികാരികളെ കൊണ്ട് നല്ല ഫോഴ്സ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അവരുടെ മെമ്പേഴ്സിന്റെ അവകാശങ്ങളൊക്കെ നേടിക്കൊടുക്കുന്നത്. ചിലപ്പോൾ പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അവൾക്ക് പറ്റിയ രീതിയിലൊന്നും ആയിരിക്കില്ല നല്ല അതിനേക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ ഇവരുടെ പ്രഷർ കൊണ്ട് ഇന്ത്യൻ എംപ്ലോയീസിനൊക്കെ ചിലപ്പോൾ പ്രൊമോഷനൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെ. എല്ലാ എംപ്ലോയീസിനും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ശരിയല്ലേ? ഇങ്ങനെയുള്ള യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള യൂണിയനുകളൊന്നും ഇപ്പൊ അങ്ങനെ അത്രയും ഇതായിട്ട് വരില്ല. കാരണം നമുക്കറിയാം ഇപ്പൊ നിയമവും കോടതിയും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. ഇത് പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലൊക്കെ നിലനിന്ന് പോന്നിരുന്നു. കുട്ടിക്ക് സ്വാധീന ശക്തി ഉപയോഗിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പോയത് അല്ലെ. അതെ. അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് അതിൽ ഒരു ഡീ പോയിന്റ് കൂടി നോക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. എന്താണ് ഡിപെൻഡന്റ് യൂണിയൻ? According to Professor Halsey, there is one more type of a union which is known as a dependent union. Okay, ഒന്നിലധികം യൂണിയൻ അല്ലെ. There is one more type of a unions. ഒന്നിലധികം യൂണിയനെ ഡിപ്പെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡിപ്പെൻഡ് യൂണിയൻസ് എന്ന് പറയാം. Key characteristics of such a union is that it depends on any other forms of unions, either fully or partially. ഗൊറില്ല യൂണിയന്റെ നേച്ചർ ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഗൊറില്ല യൂണിയന്റെ നേച്ചറാണ്. എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു നേച്ചർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൂടി ഉണ്ടാകും. ചിലപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഈ പറഞ്ഞ നെഗോഷിയേഷനിലൊക്കെ പങ്കെടുക്കുന്നു വരും. ഓക്കെ, അങ്ങനെ ചർച്ചയൊക്കെ സംഘടിപ്പിക്കാം, റെസ്പെക്ട് ചെയ്യാം എന്നൊരു മനോഭാവത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഗൊറില്ല യൂണിയന്റെ ഒരു നേച്ചർ ആയിരിക്കും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവും. സോ അങ്ങനെയുള്ള യൂണിയനുകളെയാണ് നമ്മൾ ഡിപെൻഡന്റ് യൂണിയൻസ് എന്ന് പറയുന്നത്. ഒന്നിലധികം യൂണിയനുകളുടെ ഒരു നേച്ചർ, ഒരു സ്വഭാവ സവിശേഷതയായിരിക്കും അവിടെ അവലംബിച്ചു പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആണോ? എന്താണ് ഡിപെൻഡന്റ് യൂണിയൻ? ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ യൂണിയൻസിനെ ഡയഗ്രാം എടുത്തുന്ന നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ ഇതുവരെ പഠിച്ചതിൽ എന്തൊക്കെയാണ് ബന്ധപ്പെട്ടേക്കണെന്ന് നോക്കാം. എന്താണ് ട്രേഡ് യൂണിയൻ? ട്രേഡ് യൂണിയനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസും ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തിന്റെ ബേസിൽ എഴുതിയിട്ടുള്ള ഒരു ഇതാണ് റിഫോമിസ്റ്റ് യൂണിയൻ, അതായത് പരിഷ്കൃത യൂണിയൻ. നമുക്കറിയാം ബിസിനസിന് എംപ്ലോയീസിന്റെ അവകാശങ്ങളൊക്കെ ചിലപ്പോൾ കറക്റ്റ് ആയിട്ടൊന്നും തൊഴിലുടമ കൊടുത്തില്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ബാർഗെയിൻ ചെയ്തൊക്കെ നേടിയെടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. സോ അവിടെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറോട് കൂടിയിട്ട് നെഗോഷിയേഷൻ ചർച്ചയൊക്കെ സംഘടിപ്പിച്ചിട്ട് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് എംപ്ലോയീസ് താല്പര്യപ്പെടും. തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് സാലറി പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ മതിയായ രീതിയിലൊന്നും അവൈലബിൾ ആക്കിയില്ലെങ്കിൽ യൂണിയന്റെ ഇടപെടൽ കൊണ്ടൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കും അല്ലെ. മതിയായ ചിലപ്പോൾ ഇരിക്കാനായിട്ടുള്ള ചെയറുകൾ ഉണ്ടാവുന്നില്ല, അതല്ലെങ്കിൽ മതിയായ വായു വെളിച്ചമൊന്നുമില്ല അല്ലെ. അങ്ങനെയൊക്കെയുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ അവൈലബിൾ ആക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സാലറിക്ക് അപ്പുറം എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഷുറൻസ് പാക്കേജുകളോ അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും തൊഴിലുടമയുടെയൊക്കെ കൃത്യമായിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അവർക്ക് ചർച്ചയിലൂടെയൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കുന്ന ഒരു യൂണിയനിലാണ് റിഫോമിസ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത്, പരിഷ്കൃത യൂണിയൻ. ഓക്കെ, പരിഷ്കൃത യൂണിയനിൽ നമ്മൾ കണ്ടു ബിസിനസ് യൂണിയൻ ആൻഡ് അപ്ലിഫ്റ്റ് ഫ്രണ്ട്ലി യൂണിയൻ. ക്ലിയർ അല്ലേ? ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്. യെസ്. ഇനി റെവല്യൂഷണറി യൂണിയൻ, അതായത് വിപ്ലവാത്മകരമായിട്ടുള്ള സമീപനങ്ങളാണ് ആ യൂണിയനിലൂടെ എംപ്ലോയീസിന് അവൈലബിൾ ആക്കുന്നത്. ഓക്കെ, അവിടെ അനാർക്കിസ്റ്റ് യൂണിയൻ നമ്മൾ കണ്ടു, അനാർക്കിസ്റ്റ് യൂണിയനും കണ്ടു, അതേമാതിരി തന്നെ പൊളിറ്റിക്കൽ യൂണിയനുകളെയും കണ്ടു. ഓക്കെ, എന്താണ് അനാർക്കിസ്റ്റ് യൂണിയനിൽ നമ്മൾ കണ്ടത്? അതായത് അനാർക്കിസ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത് വിച്ച് അറ്റംപ്റ്റ്സ് ഡിമോളിഷ് ദ പ്രിവാലന്റ് എക്കണോമിക് സിസ്റ്റം അല്ലെ. അവിടെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു രീതിയെ അപ്പാടെ മാറ്റിമറിക്കുകയാണ് അനാർക്കിസ്റ്റ് യൂണിയൻ, അരാജകത്വ യൂണിയനിൽ കൈകാര്യം ചെയ്തു പോകുന്നത്.
അതേസമയം ഇവിടെ പൊളിറ്റിക്കൽ യൂണിയൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിന്റെ ബേസിൽ അവർക്ക് ഡിസ്ക്രിമിനേഷൻ ഒന്നും വരുത്താതെ വേജസ് ഒക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെ കൈകാര്യമൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന രീതികളൊക്കെയാണ് ആ യൂണിയന്റെ നേതൃത്വത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ റെവല്യൂഷണറി യൂണിയനിലെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഈ പറഞ്ഞ മാതിരി ക്യാപിറ്റലിസ്റ്റ് നേച്ചറിലൊക്കെ ഉള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ അവരുടെ ഈ രീതികൾ എല്ലാ എംപ്ലോയീസിനും കുറെ അടിച്ചേൽപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അവോയ്ഡ് ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. സോ ആ യൂണിയനുകൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം രാഷ്ട്രീയ സ്വാധീനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആക്കി കൊണ്ടുവരുന്നത്. അല്ലാതെ ഒരു എംപ്ലോയിക്കൊന്നും ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാത്ത ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ എംപ്ലോയിക്ക് മാത്രം ബാഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റില്ല. സോ ഒരു പൊളിറ്റിക്കൽ സ്വാധീന ശക്തിയായിട്ടുള്ള യൂണിയന്റെ സപ്പോർട്ടൊക്കെ ആവശ്യമാണ്. ഓക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ ചില രീതികളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി വൈഡായിട്ട് അവരെ ആക്ഷനൊക്കെ എടുക്കാനായിട്ടുള്ള സാധ്യതകൾ വരുമ്പോൾ തീർച്ചയായിട്ടും കമ്പനിക്കും അത് നിരസിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇവിടെ അനാർക്കിസ്റ്റ് യൂണിയൻസിന്റെ കാര്യം നമ്മളപ്പോൾ ഡിസ്കസ് ചെയ്തു. പ്രീഡേറ്ററി യൂണിയൻസിലാണ് നമ്മൾ രണ്ട് രീതികൾ ഉണ്ടാകുക മനസ്സിലാക്കിയത്. അതായത് ഹോൾഡപ്പ് യൂണിയൻസ് ആൻഡ് ഗറില്ല യൂണിയൻ. ഹോൾഡപ്പ് യൂണിയനിൽ എന്താ ചെയ്യുന്നത്, അവിടെ അവര് വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷെ ഗറില്ല യൂണിയനിലാണെങ്കിൽ നോൺ കോർപ്പറേഷൻ ആണ് ഉള്ളത് അല്ലെ, അത് യാതൊരു തരത്തിലുള്ള സഹകരണം ഇല്ലാതെയാണ് അവിടെ തീരുമാനങ്ങളൊക്കെ മസ്റ്റായിട്ട് എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഡിപെൻഡന്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഹോൾഡപ്പ് യൂണിയന്റെ നേച്ചറും ഉണ്ടാവാം, ഗറില്ല യൂണിയന്റെ നേച്ചറും കൂടി അല്ലെ, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമ്മള് മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. സിമ്പിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ എന്താ ചോദ്യങ്ങൾ വന്നു കാണാറുള്ളൂ. പക്ഷെ മനസ്സിലാക്കി വെക്കുക, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള യൂണിയനുകളൊക്കെ ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി താഴേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഭാഗം യൂണിയനുകളെ കുറിച്ചിട്ട് നോക്കാനുണ്ട് അല്ലെ. ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിയൻ ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ. അവിടെ രണ്ട് മൂന്ന് അല്ലെ മെമ്പർഷിപ്പ് സ്ട്രക്ചറിന്റെ ബേസിൽ ഏതൊക്കെ യൂണിയൻ, ക്രാഫ്റ്റ് യൂണിയൻസ്, ജനറൽ യൂണിയൻസ്, ഇൻഡസ്ട്രിയൽ യൂണിയൻസ്, സ്റ്റാഫ് യൂണിയൻസ്, 4 തരത്തിലുള്ള യൂണിയനുകളുണ്ട്. ഇതിന്റെ ബേസിലാണത് മെമ്പർഷിപ്പ് സ്ട്രക്ചറിന്റെ ബേസ്, പർപ്പസിന്റെ ബേസിലല്ല. ഓക്കെ, ആരെ പോവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഉണ്ട് കാണാറ്. ക്രാഫ്റ്റ് യൂണിയൻസ് എന്താണെന്ന് okay, being constituted by the employee of a similar craft specializations or occupation, craft union is the simplest kind of a trade union. ഒരേ രീതികൾ അല്ലെ, ഒരേ സ്പെഷ്യാലിറ്റി ഉള്ള പ്രൊഫഷനൊക്കെ കൈകാര്യം ചെയ്യുന്ന ഓരോ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരേപോലെയുള്ള ടെക്നോളജി അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള സ്കില്ലൊക്കെ നേടിയിരിക്കുന്ന എംപ്ലോയീസ്, ടെക്നീഷ്യൻസ്മാർ അല്ലെ, ഇന്ന ടെക്നീഷ്യന്മാര്, അതായത് അവർക്ക് അതുമായി കാര്യങ്ങളൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. ലാബ് ടെക്നീഷ്യന്മാര്, അതേമാതിരി തന്നെ എന്താണ് നമ്മുടെ മറ്റു റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ടെക്നീഷ്യന്മാരൊക്കെ. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ ഇഷ്യൂസുകൾ ഉണ്ടാവും. സോ ഈ ഇഷ്യൂസുകളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമാണ് അവർക്ക് അവരുടേതായിട്ടുള്ള അല്ലെ പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. സോ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ അത് ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും അല്ലെ. അവർക്ക് മതിയായ സാലറികളൊന്നും ഈ ടെക്നീഷ്യന്മാർക്ക് മതിയായ സൗകര്യങ്ങൾ അവൈലബിൾ ആകുന്നില്ല, ടെക്നീഷ്യന്മാർക്ക് മതിയായ ഫ്രീഡം കൊടുക്കുന്നില്ല അല്ലെ, ടെക്നോളജി കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ ഫ്രീഡം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ മതിയായ സാലറി കിട്ടുന്നില്ല, മതിയായ വർക്കിംഗ് കണ്ടീഷൻസ് കിട്ടുന്നില്ല. സോ അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ഈ ടെക്നീഷ്യന്മാർ ഒറ്റക്കെട്ടായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് അല്ലെ, അതുകൊണ്ടാണ് സ്പെഷ്യലൈസേഷൻ ഫോർ ഓക്യുപ്പേഷൻ ക്രാഫ്റ്റ് യൂണിയൻസ് അവർ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ട് നിലകൊള്ളുന്നത്. However, it does not matter in what industry or a trade they are involved in. ഏത് ഇൻഡസ്ട്രിയിലാണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നല്ല പ്രാധാന്യം, അവരുടെ പ്രൊഫഷണൽ സ്കില്ലുകൾ വെച്ചിട്ടാണ് ഒറ്റക്കെട്ടായിട്ട് അവർ നിൽക്കുന്നത്. Such unions are popularly called horizontal unions. അപ്പൊ ക്രാഫ്റ്റ് യൂണിയൻസിനെ മറ്റൊരു പേരിൽ നമുക്ക് എന്ത് വിശേഷിപ്പിക്കാം, ഹൊറിസോണ്ടൽ യൂണിയൻസ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ടോ. The main logic behind the emergence of such unions is that workers, especially of a non-managerial nature of the same craft or a profession, have similar issues. അതായത് സിമിലർ ആയിട്ടുള്ള ഇഷ്യൂസുകൾ വരുമ്പോൾ അതിനെ ബോധ്യപ്പെടുത്താനായിട്ട് അല്ലെ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും
പരിഹാരങ്ങൾ കണ്ടെത്തുക. അപ്പൊ സിമിലർ സ്കില്ലുള്ള സിമിലർ പ്രൊഫഷൻ അല്ലെ ആ രീതിയിലുള്ള ടെക്നീഷ്യന്മാർക്കും അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള പേഴ്സൺസിനാണ് ഒരേപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് പ്രോഗ്രാംസുകൾ നടത്താനായിട്ട് സാധിക്കും. Some examples of craft unions are driver associations, labor associations, etc. Okay, drivers ഒക്കെ എപ്പോഴും രാത്രി കാലങ്ങളിലൊക്കെ യാത്ര ചെയ്ത ഒരു ദിവസം അല്ലെ അവിടെ ലീവ് അനുവദിക്കണമെന്നൊക്കെ ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് തന്നെ ഭാഗ്യം ചെയ്യാൻ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു ദിവസം അവർക്ക് ലീവ് അനുവദിക്കണമെന്ന് ഒറ്റക്കെട്ടായിട്ട് ഭാഗ്യം ചെയ്തൂടെ? ഡ്രൈവേഴ്സിനൊക്കെ ഒരു സ്ഥാപനത്തില് ഒരു ഡ്രൈവർക്ക് മാത്രം മേലധികാരികളോട് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ നിരസിച്ചെന്ന് വരാം ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് കഴിഞ്ഞാൽ അല്ലെ. അതേസമയം വിവിധ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡ്രൈവേഴ്സും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അല്ലെ ഞങ്ങൾക്ക് ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഒരു ദിവസം ലീവ് അനുവദിക്കണം, അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഇത്രയും സാലറി ഞങ്ങൾക്ക് കൂട്ടിത്തരണം, അങ്ങനെയൊക്കെ ബാർഗെയിൻ ചെയ്യാനായിട്ട് ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ അത് ശ്രദ്ധയിലൂടെ പരിഗണിക്കാനായിട്ട് ശ്രമിക്കും അല്ലേ? ശരിയല്ലേ? ശ്രമിക്കൂലേ? അപ്പൊ ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഒരേ പ്രൊഫഷൻ അല്ലെ, ഒരേ ടെക്നീഷ്യന്മാര്, ഒരേ കാറ്റഗറിയിലുള്ള എംപ്ലോയീസ് അവർ ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഒരു അസോസിയേഷൻ രൂപീകരിച്ചിട്ട് അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് കൈകാര്യം ചെയ്തു പോകുന്നതാണ് ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത്. അത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ 1-2 പേഴ്സൺസ് ഉണ്ടാവുള്ളൂ അല്ലെ. ഈ പറഞ്ഞ ഡ്രൈവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ 1-2 പേരൊക്കെ ഉണ്ടാവും. മറ്റു കമ്പനിയിലും 1-2 പേരാകുമ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ഓഫ് ഡ്രൈവേഴ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അല്ലെങ്കിൽ ഇവർ ശ്രദ്ധയിൽപ്പെടുത്തും അല്ലെ, ഒന്നിച്ച് നിന്നിട്ട് ശ്രദ്ധയിൽപ്പെടുത്തും. ഓക്കെ, ക്ലിയർ അല്ലേ ക്രാഫ്റ്റ് യൂണിയൻസ്? ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ജനറൽ യൂണിയൻസ്. എന്താണ് ജനറൽ യൂണിയൻസിൽ പറയുന്നത്? ജനറൽ യൂണിയൻസ് emerge when the workers of any industry, location, job or occupations from the union in order to safeguard all the interests of workers. An example of a general unions is Shipboard. Okay, ജനറൽ യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം അല്ലെ, ഇപ്പോ മണ്ണിടിച്ചിലൊക്കെ ഉള്ള ഒരു പ്രദേശത്ത് അവിടെ കുറെ ഇൻഡസ്ട്രികളുണ്ട്, കുറെ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ ചില പ്രോബ്ലംസുകളൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. രാത്രിയാകുമ്പോഴേക്കും അവർക്ക് പേടി, കാടിന്റെയൊക്കെ ആ പ്രദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഭീതി അല്ലെ, നൈറ്റ് ടൈമുകളിലൊക്കെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, മതിയായ രീതിയിൽ വെളിച്ചം കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല. സോ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്നിച്ച് അവിടെ എല്ലാ എംപ്ലോയീസിനും, അവിടെ വിധത്തിലുള്ള എംപ്ലോയീസിനും വിധത്തിലുള്ള എംപ്ലോയീസിനും അല്ലെ, ഇവിടെ എന്താ പറയുക ഇൻഡസ്ട്രി ഒരു വ്യവസായ സ്ഥാപനത്തിലായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ടൈലറിംഗ് ഷോപ്പിലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, ആ ലൊക്കേഷനിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടതുണ്ടാവും. സോ അവരെല്ലാവരും ഗ്രൂപ്പായിട്ട് നിന്നിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനെയാണ് ജനറൽ യൂണിയൻസ് എന്ന് പറയുന്നത്. General unions emerge when the workers of any industry, right? ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രികളായിക്കോട്ടെ, ലൊക്കേഷൻ, ജോബ് ഓർ ഓക്യുപ്പേഷൻസ് ഫ്രം എ യൂണിയൻ, അവർ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ യൂണിയൻസ്. അല്ലേ? അടുത്തൊരു യൂണിയൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ യൂണിയൻസ്. എന്താണ് ഇൻഡസ്ട്രിയൽ യൂണിയൻസിൽ പറയുന്നത്? When the workers from various categories of the same industry join together to form a union, such a union is called industrial unions or vertical unions. Okay, നമ്മൾ നേരത്തെ ഹൊറിസോണ്ടൽ യൂണിയൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൽ കുറച്ച് പേരുണ്ട്, അടുത്ത സ്ഥാപനത്തിൽ കുറച്ച് പേരുണ്ട് അല്ലെ. ഡ്രൈവേഴ്സ് ഒരു സ്ഥാപനത്തില് കുറച്ച് ഡ്രൈവർമാരുണ്ട്, മറ്റു സ്ഥാപനത്തിൽ കുറച്ച് ഡ്രൈവർമാരൊക്കെ ഉണ്ട്, അങ്ങനെ ഒറ്റക്കെട്ടായിട്ട്. ഇത് ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൽ തന്നെ, ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ കാർഡിയോളജി വിഭാഗം, ന്യൂറോളജി വിഭാഗം, നെഫ്രോളജി വിഭാഗം, എല്ലാ വിഭാഗത്തിലും സൂപ്പർവൈസേഴ്സ് ഉണ്ട് ഇല്ലേ? സൂപ്പർവൈസേഴ്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരേ കാറ്റഗറി, അവർക്ക് ഒരേ ലേബലാണ്, പക്ഷെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലാണ് അവർ. സോ അത് ഒരു ഇൻഡസ്ട്രി, ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ തന്നെയാണ്, പക്ഷെ അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. സോ അവർക്ക് എല്ലാവർക്കും ഒന്നിച്ച് എല്ലാ സൂപ്പർവൈസേഴ്സിനും ചില ഇഷ്യൂസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാ റിസപ്ഷനിസ്റ്റിനും കുറെ ഇഷ്യൂസുകൾ ഉണ്ടാവും, എല്ലാ ഡോക്ടേഴ്സിനും ചില ഇഷ്യൂസുകൾ ഉണ്ടാവും, കോമൺ ആയിട്ട് ഇഷ്യൂസുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഇതെല്ലാം അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് അവർ ഗ്രൂപ്പ് ഓഫ് വിങ് ആയിട്ട് മാറുന്നു.
The reasons behind such unions is that workers of the same industry working at different levels, and are guided under the set of the same rules and regulations. അവിടെ നമുക്കറിയാം ഡിഫറെന്റ് ലെവൽസ് ആണെങ്കിലും നമുക്കറിയാം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അവിടെ എല്ലാവരും ഒരേപോലെ തന്നെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ സെയിം മാനേജ്മെന്റ്, എല്ലാ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് സെയിം മാനേജ്മെന്റ് ആണ്. ആൻഡ് ഹാവ് ഓൾമോസ്റ്റ് ദ സെയിം പ്രോബ്ലംസ്. സോ അവർക്ക് എല്ലാവർക്കും സെയിം പ്രോബ്ലം തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. എക്സാമ്പിൾ ഓഫ് ദീസ് യൂണിയൻസ് ആർ ജിമ്മി കം യൂണിയൻസ് ബോംബെ ആൻഡ് ഓക്കെ, ഇതൊക്കെ ചില എക്സാമ്പിൾസ് തന്നേ ഉള്ളൂ. ഓർത്ത് വെക്കുക, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർക്കുന്നതിന് വെക്കാനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഓർത്ത് വെച്ചാൽ മതി. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും സൂപ്പർവൈസേഴ്സ് ഉണ്ട്, റിസപ്ഷനിസ്റ്റ് ഉണ്ട്, അല്ലെ, സെയിം കാറ്റഗറിയിലുള്ള ജോബ് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ദെൻ അവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സെയിം ആണ്, മാനേജ്മെന്റ് സെയിം ആണ്, അഡ്മിനിസ്ട്രേഷൻ പവറിലിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെ, അതെല്ലാം തന്നെ സെയിം ആണ്. സോ അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസുകളുണ്ട്. അത് പരിഹരിക്കുന്നതിന് അവർ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ബാർഗെയിൻ ചെയ്യും. ഓക്കെ, ഇൻഡസ്ട്രിയൽ യൂണിയൻ ഓക്കെ അല്ലേ? ഒരു യൂണിയനും കൂടി ഉണ്ട്, സ്റ്റാഫ് യൂണിയൻ. എടുക്കാലോ, കൂടി എടുക്കാലോ. സ്റ്റാഫ് യൂണിയൻസ് എന്താണ് സ്റ്റാഫ് യൂണിയൻസിൽ പറയുന്നത്? ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ യൂണിയൻ അതൊക്കെ ഓർത്ത് വെക്കുക. മാനേജ്മെന്റും എല്ലാവരും സെയിം ആണ്, സെയിം പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് അവർ ബാർഗെയിൻ ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഒക്കെ ഇതൊന്നും വെച്ച് എക്സാമ്പിൾസ് ഒന്നും ചോദിക്കാറുണ്ടോ? പക്ഷെ ഇതെന്താന്ന്, ഈ യൂണിയന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഇനി സ്റ്റാഫ് യൂണിയൻ എന്ന് പറയുമ്പോൾ ദീസ് യൂണിയൻസ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഇൻഡസ്ട്രിയൽ ആൻഡ് ക്രാഫ്റ്റ് യൂണിയൻസ്. ഇൻഡസ്ട്രിയൽ യൂണിയനും ക്രാഫ്റ്റ് യൂണിയൻസും ആവാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇൻഡസ്ട്രിയൽ യൂണിയൻസും ക്രാഫ്റ്റ് യൂണിയൻസും ആവാം. വ്യത്യസ്ത കമ്പനികളിൽ നിന്ന് വരാം, ചിലപ്പോൾ ഒരേപോലെയുള്ള ഒരുപോലെയുള്ള സ്ഥാപനത്തിലും വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സ് ആവാം, മറ്റു മേഖലകളിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സും ഒക്കെ ആവാം. പക്ഷെ അവർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സൂപ്പർവൈസർ എന്ന ലേഖലാണ്, അല്ലെ. ടീച്ചേഴ്സ് അത് ഡിഫറെന്റ് ആയിട്ട് ഓരോ ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്കറിയാം 10th-ലും 8th-ലും ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവാം. ഓക്കെ, ദെൻ ഡിഫറെന്റ് സ്കൂളിലെ ടീച്ചേഴ്സുകൾ ഉണ്ടാവും. ദെൻ എല്ലാ ടീച്ചേഴ്സുകളും കൂടി കഴിയുമ്പോൾ ഒരു ഗണമാവും. These unions consist of both the industrial and craft unions. Then these unions generally employ member in positions like clerk, technicians, supervisors, computer operators, craftsmen, managers, etc. Employees working in health and service are also permitted to join these unions. Then women are also active member of such unions. അതായത് നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല വ്യത്യസ്ത സ്ഥാപനങ്ങളിലും ഇങ്ങനെയുള്ള കുറെ ലേബലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ടെക്നീഷ്യന്മാര്, സൂപ്പർവൈസേഴ്സ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ്, ക്രാഫ്റ്റ്മാൻ, മാനേജേഴ്സ്, അങ്ങനെ അല്ലെ. എല്ലാ സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസുകളെ എല്ലാവരും കൂടി കൂട്ടമായിട്ട് എടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ സാലറികളൊക്കെ ഒന്നിച്ച് അല്ലെ എല്ലാ സ്ഥാപനങ്ങളും ഓഫർ ചെയ്യണമെന്ന് അവർക്ക് ഡിമാൻഡ് ചെയ്യാം, അല്ലെ. വർക്കിംഗ് കണ്ടീഷൻസ് കൃത്യമായിട്ട് രീതിയിൽ അവൈലബിൾ ആക്കണമെന്ന് ഓഫർ ചെയ്യാം, അല്ലെ. ഇപ്പൊ തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്നിച്ചൊരു ഗണമായിട്ട് നിന്നിട്ട് ബാർഗെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ് അതിനെ സ്റ്റാഫ് യൂണിയൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലെ ഡിഫറെന്റ് കാറ്റഗറിയിൽ ഒരേ ലെവൽ, വ്യത്യസ്ത മേഖലകളിൽ മാത്രമായിട്ട് വരുമ്പോൾ ഒന്നിച്ച് നിൽക്കുന്നു. സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കൂടി കൂട്ടി ഒരേപോലെയുള്ള ഒരു പൊസിഷനിലേക്ക്. ഓക്കെ, ജസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് തന്നെ ചോദിച്ചു കാണാറുണ്ട്. സോ അത് വെച്ചാൽ മതി, അല്ലെ. ഇതൊക്കെ ഏത് തരത്തിലുള്ള യൂണിയൻസ് ആണ്? ക്ലിയർ അല്ലേ? യൂണിയൻസുകള് കുറച്ച് യൂണിയനുകളെ കുറിച്ച് പഠിച്ചു, അല്ലെ. യൂണിയനിൽ വിപുലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെ. ജസ്റ്റ് നമ്മൾ പലതരത്തിലുള്ള പരിഷ്കൃത യൂണിയനും വിപ്ലവാത്മകമായിട്ടുള്ള യൂണിയനുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ എല്ലാ സ്ഥാപനങ്ങളിലും ഇത് എങ്ങനെ ആവുന്നില്ലല്ലോ. ഇപ്പൊ കുറച്ച് നിയമങ്ങളും നിയമാവലികളൊക്കെ ഉണ്ട്. ഗവൺമെന്റ് തന്നെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെ. അത് തന്നെ ഫോളോ ചെയ്തൊക്കെ പോകേണ്ടതായിട്ട് എല്ലാ എംപ്ലോയീസിനും അത് തന്നെ കൈകാര്യം ചെയ്ത് പോകേണ്ടതൊക്കെ ആയിട്ട് വരും. സോ യൂണിയന്റെ ഒന്നും ഇടപെടലില്ലാതെ തന്നെ എംപ്ലോയീസിന്റെ റൈറ്റ്സ് ആൻഡ് എല്ലാം നേടിയെടുക്കാനായിട്ടുള്ള ഒരു ശേഷി ഈ കാലഘട്ടത്തിലുണ്ട്. ഓക്കെ, അപ്പോ വായിച്ചിട്ട് വരിക. നെക്സ്റ്റ് ടൈമില് നമുക്ക് പ്രോബ്ലംസ് ഓഫ് ട്രേഡ് യൂണിയൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അത് നാളത്തെ ക്ലാസ് എന്തായാലും ഇൻഫോം ചെയ്യുമല്ലോ.
പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നും അറിയില്ലെങ്കിൽ ക്ലാസ് യഥാവിധി സാധാരണ രീതിയിൽ ഉണ്ടാവും. താങ്ക് യു. നിങ്ങൾക്ക് മാനേജ്മെന്റിനോട് ചോദിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, ചോദിക്കുക, കൃത്യമായിട്ട് മറുപടി എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.